ഞങ്ങളുടെ ചാനലിലേക്ക് സ്വാഗതം. നിങ്ങളുടെ തെറ്റുകൾ കാണുകയും അത് ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്ന ജ്ഞാനിനിധിയിലേക്ക് വിരൽ ചൂണ്ടുന്നത് പോലെയാണ്. അങ്ങനെയുള്ള ഒരു ജ്ഞാനിയുമായി സഹവസിക്കുക. ബുദ്ധൻ. പ്രചോദനത്തിന്റെ കാര്യങ്ങൾ. നമ്മുടെ തെറ്റുകളിൽ നിന്ന് പഠിക്കാൻ ധൈര്യം കാണിക്കുക. യഥാർത്ഥ സുഹൃത്തുക്കൾ നമ്മുടെ തെറ്റുകൾ തുറന്നു പറയും. അത് നമ്മുടെ വളർച്ചയ്ക്ക് സഹായകമാണ്. ജീവിതത്തിൽ മുന്നോട്ടു പോകാൻ സ്വയം മെച്ചപ്പെടുത്താൻ ശ്രമിക്കുക. നമ്മുടെ ബലഹീനതകളെ തിരിച്ചറിഞ്ഞ് അവ മറികടക്കാനുള്ള വഴികൾ കണ്ടെത്തുക. നല്ല സുഹൃത്തുക്കളുടെയും ജ്ഞാനികളുടെയും സഹവാസം തേടുക. അവരുടെ ഓർമ്മകൾ നമുക്ക് ഏറ്റവും വിലയേറിയ ധനമാണ്. കൂടുതൽ ചിന്തിക്കാൻ. മറ്റുള്ളവരുടെ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുക എളുപ്പമാണ്, നമ്മുടെ തെറ്റുകൾ നേരിടുക പ്രയാസമാണ്. എന്തുകൊണ്ട്? യഥാർത്ഥ സുഹൃത്തുക്കളെ എങ്ങനെ കണ്ടെത്താം? അവരുടെ പ്രധാന സ്വഭാവങ്ങൾ എന്തൊക്കെയാണ്? നിങ്ങളുടെ ജീവിതത്തിൽ ആരാണ് നിങ്ങളുടെ ജ്ഞാനികൾ? അവർ നിങ്ങളെ എങ്ങനെ സ്വാധീനിച്ചു? ഈ ചോദ്യങ്ങൾ നിങ്ങളുടെ ചിന്തകളെ വികസിപ്പിക്കുകയും ജീവിതത്തിൽ കൂടുതൽ മെച്ചപ്പെടുത്താൻ സഹായിക്കുകയും ചെയ്യും. ഒരു ചെറുകഥ കേൾക്കാം. കൊടുമ്പിരി മലർന്നു പന്തലിച്ചു കിടക്കുന്ന ഒരു ഗ്രാമത്തിൽ ചന്ദ്രൻ എന്ന ചെറുപ്പക്കാരൻ ഉണ്ടായിരുന്നു. ചന്ദ്രൻ കർമ്മനിരതനും സന്തോഷപ്രകൃതനുമായിരുന്നു. പക്ഷേ ഒരു വലിയൊരു കുഴപ്പാടും അയാളുടെ കൂടെ പിറന്നു വന്നിരുന്നു. അഹന്ത. എന്തു ചെയ്താലും ആരെ കണ്ടാലും ചന്ദ്രൻ താൻ തന്നെയാണ് ഏറ്റവും മിടുക്കനെന്നും കഴിവുറ്റവനെന്നും തോന്നും. സഹായം സ്വീകരിക്കുന്നതും ആരെയും കേട്ടുപഠിക്കുന്നതും അപമാനമായിട്ടാണ് അവൻ കരുതിയിരുന്നത്. ഒരു ചൂടേറിയ വേനൽക്കാല ദിവസം ചന്ദ്രൻ ചൂടുമൂലം ക്ഷീണിതനായി അങ്ങാടിയിലൂടെ നടന്നു. പെട്ടെന്ന് ഒരു കൂന്തൽ വെള്ളമുടിയും ദീർഘധാരി ഉടുത്തു ഒരു മുത്തശ്ശി അയാളുടെ അരികിലേക്ക് വന്നു. കുഞ്ഞേ, നീ അധ്വാനിച്ചു ക്ഷീണിച്ചിരിക്കുന്നു. ഈ തണലിൽ ഇരുന്ന് ഒന്ന് വിശ്രമിച്ചേച്ചാലോ? മുത്തശ്ശി പറഞ്ഞു. ചന്ദ്രൻ മൂക്ക് ചുളിച്ചു. വിശ്രമിക്കേണ്ട ആവശ്യമില്ല, ഞാൻ ഒന്നും ബുദ്ധിമുട്ടിയിട്ടില്ല. ഏതൊരു പണിയും ഞാൻ പെട്ടെന്ന് തീർത്തു കൊടുക്കും. മുത്തശ്ശി ചിരിച്ചു. അങ്ങനെയെങ്കിൽ ഈ ചെറിയ പണി നീ ചെയ്തു തരുമോ? ഈ കൊട്ടയിലെ കല്ലുകൾ എനിക്ക് വീട്ടിലേക്ക് കൊണ്ടുപോകണം. വളരെ കുറച്ചു ദൂരമേയുള്ളൂ. ചന്ദ്രൻ നിസ്സാര കാര്യമായി തോന്നി. ഓക്കെ, വേണ്ടത്ര ഞാൻ എടുത്തു തരാം. അയാൾ കൊട്ട പൊക്കി തോളിൽ വെച്ചു നടന്നു. പക്ഷേ കുറച്ചു ദൂരം ചെന്നപ്പോൾ ചന്ദ്രന്റെ കൈകൾ വിറയാൻ തുടങ്ങി. കൊട്ട 3.5 കിലോയിലധികം ഭാരമുണ്ടായിരുന്നു. കൊട്ട താഴെ വയ്ക്കണമെന്ന് തോന്നിയെങ്കിലും അയാളുടെ അഹന്ത അനുവദിച്ചില്ല. പല്ലിറക്കി അടക്കി സഹിച്ചു മുത്തശ്ശിയുടെ വീട്ടിലെത്തി. കൊട്ടയിറക്കി വെച്ച ചന്ദ്രൻ ദേഷ്യം കൊണ്ട് പൊട്ടിത്തെറിച്ചു. ഞാൻ ഇത്രയും ഭാരം എടുക്കേണ്ട ആവശ്യമില്ലായിരുന്നു. ഇതൊരു ചെറിയ പണിയാണെന്ന് പറഞ്ഞല്ലോ. മുത്തശ്ശി ചിരിച്ചു. പണിയുടെ വലുപ്പമല്ല ചേട്ടാ, നിന്റെ അഹന്തയുടെ ഭാരമാണ് കൂടുതൽ. അവർ കൊട്ട തുറന്നു ചന്ദ്രനെ ഞെട്ടിച്ചു. കൊട്ട നിറയെ സ്വർണ്ണ നാണയങ്ങളായിരുന്നു. ഇതെല്ലാം നീ എടുത്തുപോയ കല്ലുകളുടെ വിലയാണ്. നീ ഒരു ചെറിയ സഹായം സ്വീകരിച്ചില്ലെങ്കിൽ ഈ ധനം നേടാൻ കഴിയില്ലായിരുന്നു. നിന്റെ കഴിവുകൾ മാത്രമല്ല ചേട്ടാ, പഠിക്കാനും മറ്റുള്ളവരുടെ വാക്കുകൾ ശ്രദ്ധിക്കാനും നീ തയ്യാറാവണം. അഹന്ത ഒരു കണ്ണാടിയാണ്, അതിൽ നീ മാത്രമേ ദൃശ്യമാവുകയുള്ളൂ. നീ അത് താഴെ വച്ചു പിടിച്ചാൽ മാത്രമേ ലോകത്തിന്റെയും മറ്റുള്ളവരുടെയും യഥാർത്ഥ മൂല്യം കാണാൻ കഴിയൂ. മുത്തശ്ശിയുടെ വാക്കുകളിൽ ഒരു വെളിച്ചം കണ്ട ചന്ദ്രൻ ലജ്ജ തോന്നി. തന്റെ അഹന്തയാണ് തന്നെ പിന്നോക്കം വലിച്ചതെന്ന് അവൻ മനസ്സിലാക്കി. അന്നുമുതൽ ചന്ദ്രൻ സ്വയം മെച്ചപ്പെടുത്താൻ ശ്രമിച്ചു. സഹായം സ്വീകരിക്കാനും മറ്റുള്ളവരുടെ ഓർമ്മകൾ ശ്രദ്ധിക്കാനും അവൻ തയ്യാറായി. അയാളുടെ കഴിവുകൾ മാത്രമല്ല, മറ്റുള്ളവരുടെ പിന്തുണയും നേട്ടങ്ങളും അവനെ ഒരു മികച്ച മനുഷ്യനാക്കി മാറ്റി. ഒരു ദിവസം ചന്ദ്രൻ അതേ അങ്ങാടിയിലൂടെ നടക്കുമ്പോൾ തന്നെക്കാളും കഴിവില്ലാത്ത, പക്ഷേ അഹന്തയുടെ ഭാരം താങ്ങി നടക്കുന്ന ഒരു ചെറുപ്പക്കാരനെ കണ്ടു. ചന്ദ്രൻ അവന്റെ അടുത്തേക്ക് ചെന്ന് മുത്തശ്ശി തന്നെ പഠിപ്പിച്ച പാഠം പറഞ്ഞുകൊടുത്തു. അവനെ സഹായിക്കാനും ശരിയായ പാതയിലേക്ക് നയിക്കാനും ചന്ദ്രൻ തീരുമാനിച്ചു. യഥാർത്ഥ ധനം മറ്റുള്ളവരെ സഹായിക്കാനുള്ള തീരുമാനവും അതിലൂടെ നേടുന്ന സന്തോഷവുമാണെന്ന് അവന് അപ്പോൾ മനസ്സിലായി. മുത്തശ്ശിയുടെ കഥ നമുക്ക് ചില വിശിഷ്ടമായ പ്രചോദനങ്ങൾ നൽകുന്നു. അഹന്ത ഒരു കണ്ണാടിയാണ്, നമ്മെ മാത്രമേ അതിൽ കാണാൻ കഴിയൂ. നമ്മുടെ ബലഹീനതകൾ തിരിച്ചറിയാനും മറ്റുള്ളവരുടെ മൂല്യം മനസ്സിലാക്കാനും നാം അഹന്തയുടെ കണ്ണാടി താഴെ വയ്ക്കണം. സഹായം സ്വീകരിക്കുന്നതിൽ അപമാനമില്ല. നമ്മുടെ കഴിവുകൾ മാത്രമല്ല, മറ്റുള്ളവരുടെ സഹായവും നേട്ടങ്ങൾ കൈവരിക്കാൻ നമ്മെ സഹായിക്കും. മറ്റുള്ളവരെ സഹായിക്കുന്നത് യഥാർത്ഥ ധനം.
മറ്റുള്ളവരെ സഹായിക്കാനും അവരുടെ വളർച്ചയ്ക്ക് കാരണമാവുകയും ചെയ്യുന്നതിലൂടെ നാം യഥാർത്ഥ സമ്പത്ത് നേടുന്നു. വിജ്ഞാനികളുടെ സഹവാസം തേടുക. നമ്മുടെ തെറ്റുകൾ തിരുത്താൻ തയ്യാറായവരും നമുക്ക് ശരിയായ പാത കാണിച്ചു തരുന്നവരുമായ ജ്ഞാനികളുടെ സഹവാസം നമ്മുടെ വളർച്ചയ്ക്ക് സഹായകമാണ്. ജയ് ഹിന്ദ്. നിങ്ങളുടെ സമയത്തിനും ശ്രദ്ധയ്ക്കും നന്ദി. ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് പ്രചോദനമാകുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും കുടുംബാംഗങ്ങൾക്കും വീഡിയോ ലൈക്ക് ചെയ്യാനും അഭിപ്രായമിടാനും പങ്കിടാനും ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു. ഇതുപോലെയുള്ള മോട്ടിവേഷണൽ വീഡിയോകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ജയ് ഹിന്ദ്.